ഹലോ മച്ചന്മാരെ, ഇന്ന് ഞാൻ കുറച്ച് ചെടികളുടെ വീഡിയോസായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ നട്ട അടിപൊളി അഗ്ലോണിമ. എനിക്ക് സത്യം പറഞ്ഞാൽ ചെടികളുടെ പേരൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് ചെടികളുടെ വെറൈറ്റീസ് ഉണ്ട്. എൻ്റെ അനിയത്തിയാണ് എനിക്ക് ഒരുവിധം ചെടികളൊക്കെ തന്നത്. ആൾക്ക് ഭയങ്കര ചെടി ക്രൈസാണ്. എനിക്കപ്പോൾ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചെടി കുഴിച്ചിടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് സാധാരണ ഇലച്ചെടികളാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂച്ചെടികളും ഇഷ്ടം. കാരണം ഈ ചെടികളെ ഇഷ്ടപ്പെടാൻ ചെടികളെ ഇഷ്ടപ്പെടാൻ തന്നെ തുടങ്ങിയാൽ എല്ലാ വെറൈറ്റിയും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങും. എല്ലാ ചെടി വർഗ്ഗത്തെ തന്നെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് വാഴ പോലത്തെ ഒരു ചെടിയാണ്. ഇത് നിലത്ത് കുഴിച്ചിട്ട് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ സത്യം പറഞ്ഞാൽ ചട്ടിയിൽ സെറ്റ് ചെയ്യുമ്പോഴാട്ടോ ഇതിൻ്റെ ഇപ്പോൾ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. ഒരുപാട് ചെടികളുണ്ട്. എല്ലാ ചെടികളും ചിലതൊക്കെ നമ്മൾ ഒരുപോലത്തെ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ചെടിക്ക് പൂവുണ്ടാവുമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചെടിയിൽ പൂവുണ്ടായിട്ട് ഞാൻ കാണുന്നത്. ശരിക്കും ഈ മാവിനൊക്കെ പൂവുണ്ടായ പോലെ കേട്ടോ ഇത് കാണുന്നത്. നല്ല ഭംഗിയാണ്. അങ്ങനെ ഒരുപാട് മണി പ്ലാന്റ്, 5-6 മണി പ്ലാന്റ് വെറൈറ്റി ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇത് ഒരു കൈത പോലെയാണ്, ഇതിമ്മ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പുല്ലിലൊക്കെ കുഴിച്ചിട്ടാൽ നല്ല ഭംഗി കേട്ടോ. പച്ച പുല്ലൊക്കെ പുതച്ച സ്ഥലത്ത് അത് കുഴിച്ചിട്ടാൽ നല്ല വെയിലോടത്താണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പം എനിക്കങ്ങനെ ചെടികൾ ഇങ്ങനെ വല്ലാതെ സ്ഥലമില്ലാത്തതുകൊണ്ടൊക്കെ ഞാൻ ചട്ടിയിലാണ് കുഴിച്ചിട്ടിട്ടുള്ളത്. ചില ചെടികൾക്ക് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ അതിൻ്റേതായ വളർച്ച ഉണ്ടാവില്ല. ചില ചെടികളൊന്നും എൻ്റെ അടുത്ത് അത്ര വലിയ ഗ്രോത്ത് ഇല്ല. കാരണം എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് മരങ്ങളാണ്, നല്ല തണലാട്ടോ. മഴക്കാലത്ത് നമ്മൾ വിചാരിക്കും വെയിലാണ് നല്ലത്. പക്ഷേ വെയിൽ കാലത്ത് ഇത്രയും അടിപൊളി മരങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നല്ല കൂളാട്ടോ. ഏത് ചൂടത്ത് വന്നാലും നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കൂളാം. കാരണം അത്രയധികം മരങ്ങളുണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്ത്. പിന്നെ അങ്ങനെ ഒരുപാട് ചെടികൾ ഞാൻ പഴയ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് രണ്ടാമത് റീപ്ലാന്റ് ചെയ്തു. കാരണം പഴയ മണ്ണായിരിക്കുമ്പോൾ വളമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വാഴച്ചെടികൾ എൻ്റെ അടുത്ത് 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ ചട്ടിയിൽ കൂടുന്ന ചെടികളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഞാൻ മണ്ണിൽ കുഴിച്ചിടും. എന്നിട്ട് ചെറിയ ബോൾ പോലെയൊക്കെ സൈഡിൽ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വട്ടല്ലേന്ന് ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ഭംഗിയായിട്ട് ആ സൈഡിലൊക്കെ പോകുമ്പോൾ ഇത് ഞാൻ സൂം ചെയ്ത് എടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ. പക്ഷെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വീഡിയോസ് എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഇത് എൻ്റെ ചെറിയൊരു ഗാർഡനാണ്. ഇതിൽ ഞാൻ മരത്തിമ്മലും കൂടുതൽ ഞാൻ കുരുമുളകാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. കാരണം കുരുമുളകാകുമ്പോൾ നല്ലതല്ലേ, നമുക്കതിന് നല്ല കുരുമുളകെല്ലാം പറിക്കാം. അങ്ങനെ ഞാൻ നട്ട ഒരുപാട് കുരുമുളക് കായ്ച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേറെ വീഡിയോ ഇടാം. ഹാർവെസ്റ്റിംഗ് ടൈം ആയിട്ടുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് മതിൽമ വെച്ച ചെടികളൊക്കെ വാടിപ്പോയി. എപ്പോഴും നനക്കണതിന് അതുപോലത്തെ ചൂടല്ലേ. പിന്നെ ഈ സൈഡിലൊക്കെ ഒരുപാട് ചെടികൾ ഈ മതിലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേരയോ ഒക്കെ വന്നിരുന്നാൽ അറിയില്ല. മക്കൾ ബോളൊക്കെ കളിക്കുമ്പോൾ നമുക്ക് പേടി, അവർ ബോൾ എറിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ പോയി കൈയിടില്ലേ എന്നൊരു പേടി. അവിടെ ഒരുപാട് ചെടിയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിട്ടോ. പിന്നെ വെസ്റ്റേൺ ചെറിയുടെ ഒരു തൈയാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. വെസ്റ്റേൺ ചെറി ഇതുവരെ കഴിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിറച്ചും കഴിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ചെറിയ താമരക്കുളമാണ് ഗൈസ്. ഇതിൽ ഞാൻ കുറേ മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആമ വന്നിട്ട് അതിനൊക്കെ തിന്നാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ അതിൽ മീനൊന്നുമില്ല. ഇപ്പോൾ ചൂട് കൂടിയപ്പോൾ അതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം. അതിൻ്റെ അടിയിൽ കുറേ മൊയിലാശന്മാരൊക്കെ ഉണ്ട് കേട്ടോ താമസം. രാത്രി മാത്രമേ അവർ പുറത്തിറങ്ങാറുള്ളൂ. ഇതെൻ്റെ സപ്പോർട്ടാണ്. സപ്പോർട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിമൊരു പൂവൊക്കെ ഉണ്ടാവും. കിളികൾ വന്നിട്ട് ഇങ്ങനെ അടക്കാക്കിളി, പിന്നെ ചെറിയ കുരുവി ഒക്കെ വന്ന് തേൻ കുടിക്കും. ഇതൊരു തരം മൂസാണ്ട കേട്ടോ. ഇത് ഇലക്കെ ഇങ്ങനെ കൂമ്പ് ചോന്ന് വരും. ഇതെൻ്റെ നാത്തൂന് എനിക്ക് തന്നാട്ടോ. നല്ല ഭംഗി അതിൻ്റെ പൂവാണ്. സൂര്യപ്രകാശം തട്ടും തോറും ഇതിൻ്റെ കളറൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട് ഗൈസ് എൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.